ജീവിതത്തിൽ ആഗ്രഹിച്ച നിലവാരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ എല്ലാം അസ്തമിച്ചു എന്ന് കരുതുന്ന സ്ഥാനത്ത് ദൂതനിറങ്ങി ഒരത്ഭുതം ചെയ്താലോ? മറിയ എന്ന് പറയുന്ന വ്യക്തിത്വം, ആ കാലഘട്ടത്തിൽ അനേക മറിയമാരുണ്ടായിരുന്നു. അനേകർ പ്രാർത്ഥനാ മുറിയിലായിരുന്നു. കാരണം യേശു എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ജനിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി അനേക വ്യക്തിത്വങ്ങൾ കന്യകയായിരിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ രക്ഷകനാകുന്ന യഹൂദന്മാരുടെ രാജാവാകുന്നവൻ പുറത്തു വരണമെന്നുള്ള വ്യക്തമായ പ്രാർത്ഥന. എന്നാൽ ജോസഫുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ ആ സാധ്യതകൾ എല്ലാം മങ്ങിപ്പോയി. ഒരു വേള നാം ചിന്തിച്ചാൽ അത് അസ്തമിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട, ആഗ്രഹത്തോടെ കൊതിയോടെ കാത്തിരുന്ന ആ മറിയുടെ വീടിന്റെ അകത്തളത്തിലേക്ക് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഒരു സ്പെഷ്യൽ ദൗത്യത്തിന് വേണ്ടി ഇതാ നിന്റെ മേൽ ദൈവത്തിന്റെ കൃപ പകരപ്പെട്ടിരിക്കുന്നു. പ്രിയ ദൈവവൈതലേ, ഇതുപോലെ സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ട സ്ഥാനത്ത് ദൈവത്തിന്റെ അസാധാരണമായ ഇടപെടൽ നിന്റെ ജീവിതത്തിന്റെ മേൽ പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ടു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസം ഒന്ന് വിളിച്ചു പറയാമോ, കർത്താവേ, ഞാൻ സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്ഥാനത്ത് കർത്താവിന് ഇനിയും വൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ഈ വചനത്തിൽ കൂടെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ കൃപ ആ മറിയയുടെ മേൽ പകരപ്പെട്ടപ്പോൾ സംഭവിച്ച ഒരു വിടുതലൂടെ വേഗത്തിൽ പറയട്ടെ. ഒരു മരപ്പണിക്കാരന്റെ ഭാര്യയായി അവന്റെ വീട്ടിനകത്തിൽ അവന്റെ മക്കളെ പോറ്റി പുലർത്തിക്കൊണ്ട് ഒതുങ്ങിപ്പോകേണ്ടുന്ന ഒരു സാധുവാകുന്ന സ്ത്രീയെ ഇന്ന് ലോകമെമ്പാടും യേശുവിന്റെ അമ്മ എന്ന പദത്തിനകത്തിൽ വാഴ്ത്തി സ്തുതിക്കുന്നതിന്റെ പുറകിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിന്റെ കൃപ അവളുടെ മേൽ പകരപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ പകരപ്പെട്ടാൽ നിന്റെ ബുദ്ധിക്കും ജ്ഞാനത്തിനും ഒക്കാത്ത വൻ കാര്യങ്ങളെ ചെയ്യാൻ ആ കർത്താവ് നിന്നെ ഉപയോഗിക്കും. അതുതന്നെയല്ലേ നോഹയുടെ മേൽ കൃപ പകർന്നു പെട്ടകം ഉണ്ടാക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ വിളിച്ചു പറ, കർത്താവേ, അവിടുത്തെ കൃപ എൻ്റെ മേലൊന്ന് പകർന്ന് എന്നെയും ഒന്ന് വ്യത്യസ്ത പദവിയിൽ മറ്റുള്ളവർ ചെയ്തത് ചെയ്യാനല്ല, അതിലും വ്യത്യസ്തമായി കർത്താവ് എന്നെ കണ്ടിരിക്കുന്നതിനകത്ത് ശ്രേഷ്ഠമായി നിൽക്കുവാനുള്ള ഒരു ദൈവകൃപ എൻ്റെ മേൽ പകരണമേ എന്നുള്ള പ്രാർത്ഥന ഈ പ്രഭാതത്തിൽ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.